പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ വൻ ക്രമക്കേടെന്ന പരാതി. അഡീഷണൽ സെക്രട്ടറിക്ക് തത്തുല്യമായ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷയിലാണ് ക്രമക്കേട് ആരോപണം ഉയർന്നത്. പരീക്ഷ എഴുതിയ പലരുടെയും 10 ഉത്തരങ്ങൾ പരിശോധിച്ചില്ല. പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയത് ഇടത് അനുകൂല സംഘടനയിലെ അംഗമാണെന്ന് പരീക്ഷ എഴുതിയ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, ഏതായാലും ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ PSCക്ക് എതിരെ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ വലിയൊരു ക്രമക്കേട് നടന്നു എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, സംസ്ഥാന സർക്കാരിന് നേരിട്ട് ഉപദേശം നൽകുന്ന തലത്തിലിരിക്കുന്ന ആസൂത്രണ ബോർഡിലെ ഉന്നത പദവിയിലേക്കുള്ള പരീക്ഷയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ചീഫ് ഇൻഡസ്ട്രിയൽ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനിലുള്ള ചീഫ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷ എന്ന് പറയുന്നത്. അതായത് അഡീഷണൽ സെക്രട്ടറി, ഒരു വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിക്ക് തത്തുല്യമായ പദവിയാണ് ഈ ഒഴിവിൽ നിയമിക്കപ്പെടുന്ന ആൾക്കുണ്ടാവുക. അത്രയും ഉന്നതമായിട്ടുള്ള പരീക്ഷയിലേക്കാണ് അതിലെ ചോദ്യപേപ്പറുകളിൽ അതിൻ്റെ ഉത്തര പേപ്പറുകളിലാണ് ഈ ഒരു ക്രമക്കേട് നടന്നു എന്നിപ്പോൾ ആരോപണവുമായി ഉദ്യോഗാർത്ഥികൾ തന്നെ ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത്. ഒരൊറ്റ ഒഴിവിലേക്കാണ് എഴുത്ത് പരീക്ഷ നടന്നിട്ടുള്ളത്. ഒരേ ഒരു വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. ആ എഴുത്ത് പരീക്ഷയിൽ 100 മാർക്കിൻ്റെ 2 പേപ്പറുകൾ വീതമാണ് പരീക്ഷയിൽ ഉണ്ടാവുക. അതിലെ 2ാമത്തെ പേപ്പറിൽ 10 ചോദ്യങ്ങൾ ഇവാലുവേഷൻ അല്ലെങ്കിൽ ആ 10 ചോദ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. അത് ഈ ഉത്തരക്കടലാസിന്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം അടക്കം നേടിയെടുത്തപ്പോഴാണ് ഇത്തരത്തിലൊരു തിരിമറി അല്ലെങ്കിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയത്. നമുക്ക് സ്ക്രീനിൽ കാണാം. സ്ക്രീനിൽ കാണുന്നതനുസരിച്ച് 9ാമത്തെ ചോദ്യം മുതൽ 19ാമത്തെ ചോദ്യം വരെയുള്ള 10 ചോദ്യങ്ങളാണ് പരിശോധിക്കാതെ വിട്ടിരിക്കുന്നത്. ഇത് ഉത്തരക്കടലാസിന്റെ പകർപ്പിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. ഇവാലുവേറ്റ് ചെയ്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഉത്തരം പരിശോധിച്ച ചോദ്യങ്ങളുടെ നിരയിൽ 9ാമത്തെ ചോദ്യം കഴിഞ്ഞാൽ പിന്നീട് അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് 19ാമത്തെ ചോദ്യമാണ്. അതിനിടയിലുള്ള 10 ചോദ്യങ്ങളുടെ കണക്ക് ആ ഇവാലുവേറ്റ് ചെയ്ത ചോദ്യങ്ങളുടെ ലിസ്റ്റിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഈ ഉത്തരക്കടലാസിന്റെ പകർപ്പ് പരിശോധിച്ചപ്പോഴാണ് ഈ കാര്യം മനസ്സിലാക്കുന്നതും ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിക്കുന്നതും. എന്തായാലും ഈ നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ചുകൊണ്ടുള്ള പരാതിയിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ PSCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് അതിൽ നിലവിൽ 5ാം സ്ഥാനത്തുള്ള ആളാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് വെറും 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിയമനത്തിന് PSC ശുപാർശ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. സാധാരണഗതിയിൽ വളരെ പതിയെ ഇഴങ്ങി നീങ്ങുന്ന നിയമന നടപടികൾ, റാങ്ക് ലിസ്റ്റ് വന്നിട്ടും പിന്നെയും നിരവധി കാലങ്ങളും എടുക്കുന്ന നിയമനമാണ് ഇപ്പോൾ അതിവേഗം 3 ആഴ്ചയ്ക്കുള്ളിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിലെ തിരുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ സംശയം പ്രകടിപ്പിച്ചിട്ടും ആ തെറ്റ് തിരുത്താതെ തന്നെ ഈ പിഴവ് തിരുത്താൻ തയ്യാറാകാതെ തന്നെ നിയമനത്തിൽ PSC ശുപാർശ നൽകുകയായിരുന്നു എന്നാണ് ഉദ്യോഗാർത്ഥികൾ ആരംഭിക്കുന്നത്. മാത്രമല്ല ഉത്തരക്കടലാസിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടും PSC അത് നൽകാൻ തയ്യാറായില്ല. പല തവണ ഉദ്യോഗാർത്ഥികളെ വട്ടം കറക്കി 1 വർഷത്തോളം സമയമെടുത്താണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഉത്തരക്കടലാസിന്റെ പകർപ്പ് നൽകിയത് എന്നും ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഉത്തരക്കടലാസിന്റെ അതിൽ നടത്തിയിരിക്കുന്ന ചില ഉത്തരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മാർക്ക് കുറച്ച് നൽകാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു അട്ടിമറി നടന്നതായി തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കിയിരിക്കുന്നത്. തങ്ങളുടെ ഉത്തരക്കടലാസിന്റെ പകർപ്പിൽ ചോദ്യങ്ങൾ ക്രമ നമ്പറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. മാത്രമല്ല 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന പേരുകാരൻ ഒരു ഇടത് അനുകൂലിയായിട്ടുള്ള അല്ലെങ്കിൽ ഇടത് സംഘടനയുടെ അനുകൂലിയാണ് എന്നുള്ളൊരു പരാതിയും ഈ ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു കേസിൽ PSCക്ക് 3 ആഴ്ചയ്ക്കുള്ളിൽ ഇതിൽ പരാതിയിൽ മറുപടി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അതിനുശേഷമായിരിക്കും മറ്റ് നിയമ നടപടികൾ ഉണ്ടാവുക. ഏതായാലും PSCയുടെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ വൻ ക്രമക്കേട് നടന്നു എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. അഡീഷണൽ സെക്രട്ടറിക്ക് തത്തുല്യമായ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷയിലാണ് ഇത്തരത്തിൽ ക്രമക്കേട് ആരോപണം ഉയർന്നിരിക്കുന്നത്. പരീക്ഷ എഴുതിയ പലരുടെയും 10 ഉത്തരങ്ങളടക്കം പരിശോധിച്ചില്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.